ഹായ് ഡിയേഴ്സ്, ഓണം സീരീസിൽ നമുക്കിന്ന് ഓലൻ ഉണ്ടാക്കാം. അതിന് 1.5 ടേബിൾ സ്പൂൺ വൻപയർ തലേന്ന് വെള്ളത്തിലിട്ട് വയ്ക്കണം. 2 ചെറിയ പീസ് കുമ്പളങ്ങ എടുത്ത് അതിന് തോലെല്ലാം കളഞ്ഞ് മുറിച്ചെടുക്കേണ്ടതുണ്ട്. ഒരുപാട് സ്പോഞ്ച് പോലുള്ള കുമ്പളങ്ങ എടുക്കരുത്, ഇത്തിരി കട്ടിയുള്ളതായിരിക്കണം ഈ ഓലൻ എടുക്കുന്ന കുമ്പളങ്ങ. ഓണസദ്യയിൽ ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ ഓലൻ. നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രീക്വൻ്റായിട്ട് നമ്മൾ ഉണ്ടാക്കാറൊന്നുമില്ല. കുമ്പളങ്ങ ചെറിയ പീസായി മുറിച്ചെടുക്കണം. ഏകദേശം ഈ സൈസും ഷേപ്പിലും വേണം മുറിച്ചെടുക്കാൻ. ഷേപ്പ് നോക്കേണ്ട, സൈസിൽ വേണം മുറിച്ചെടുക്കാൻ. ബാക്കിയുള്ള കുമ്പളങ്ങയും നമുക്ക് ഇതുപോലെ മുറിച്ച് മാറ്റി വയ്ക്കാം. തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ 2 പിടി തേങ്ങയെടുത്ത് ഒരു 1/4 ടീക്കപ്പ് വെള്ളം, ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. ഒന്ന് പൾസ് ചെയ്തെടുത്ത ശേഷം 1/4 പാൽ പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. 1/4 പാൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു കപ്പിലൊഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓലൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനൊരു കുക്കറിലേക്ക് കുതിർന്ന പയറിട്ട് 1 ടീക്കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് 2 വിസിലിന് വേവിക്കുക. അപ്പോഴേക്കും അടുത്ത അടുപ്പിൽ വേറൊരു പാത്രം വെച്ച് അതിലേക്ക് നമ്മുടെ കുമ്പളങ്ങയും 3 പച്ചമുളക് നീളകെ കീറിയതും 1 ടീക്കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ അടച്ച് വെച്ച് വേവിക്കണം. നല്ലപോലെ വെന്ത ശേഷം കുറച്ച് കഷ്ണങ്ങൾ ഉടച്ചു കൊടുക്കുക. നമ്മുടെ ഓലന് തിക്നെസ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പയറിടാം. അതിന് കൂടുതലുള്ള വെള്ളം ഒഴിക്കരുത്, നമ്മുടെ ഓലൻ്റെ കളർ പോവും. നല്ലപോലെ വറ്റിയ ശേഷം മാത്രം നമുക്കിതിലേക്ക് 1/4 പാൽ ഒഴിച്ച് തുടരെ ഇളക്കണം, പിരിഞ്ഞു പോകും അല്ലെങ്കിൽ. ഒന്ന് ചൂടായതും സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞരടിയതും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സമയത്തേക്ക് അടച്ച് വയ്ക്കാം. കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി നമുക്ക് സെർവ് ചെയ്യാം. ഇതൊരു 1.5 വിഭവമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഡിയേഴ്സ്.